ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഫിസിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് +1 +2 ലെവലിൽ നമ്മുടെ +2 ലെവൽ എക്സാംസ് ആണ്, നമുക്കറിയാം ഫോഴ്സ് എക്സാംസുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ 12-ാം തീയതിയിലെ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2024-25 കംപ്ലീറ്റ് ആണ്. 21 മുതലുള്ള എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെയ്തത്രയും ക്ലാസ് ആയിട്ട് ഇട്ടിട്ട് ബാക്കി സെക്കൻഡ് പാർട്ടാക്കി പിന്നീട് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 12-ാം തീയതിയിലെ എക്സാം ഉള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫിസിക്സും കെമിസ്ട്രിയും. കാര്യം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പരീക്ഷകളിൽ കുറച്ച് പ്രോബ്ലംസ് കയറി ചോദിക്കുന്നുണ്ട് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ഇനി 19-നും ഉണ്ട്, അതേപോലെ 26-നും ഉണ്ട് അല്ലേ. 19-ന് വിമൻ CPO-യും 26-ന് CPO-യുടെ എക്സാമും ഉണ്ട്. അപ്പോൾ അതിനുള്ളിലായിട്ട് ബാക്കി പോർഷൻസും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 53/2025 ആണ്. അതായത് 2025 നടന്ന +2 ലെവൽ എക്സാംസിൻ്റെതാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കുക, കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ ഭൂമിയാണ് എങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയുന്നുണ്ട്. ഉള്ളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഈ ഒരു പോയിന്റിൽ നിന്ന് കൂടുതലാണെങ്കിൽ മുകളിലേക്ക് പോകും തോറും G കുറയും, ഉള്ളിലോട്ട് പോകും തോറും G എന്ത് സംഭവിക്കും, കുറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ധ്രുവപ്രദേശങ്ങളിൽ എന്താണ് G എന്ന് പറയുന്ന ഹയസ്റ്റ് വാല്യൂ ആണ്. ഭൂകേന്ദ്രത്തിലാവുമ്പോൾ Gക്ക് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15.0 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരത്തിന്റെ ഇക്വേഷൻ ഉണ്ട്, R = 2F എന്ന റിലേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. R എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, വക്രതാ ദൂരമാണ്. ഇനി അടുത്ത എന്താണ് പറയുന്നത്, വക്രതാ ദൂരം അല്ലെങ്കിൽ വക്രതാ ആരം എന്ന് പറയും. F എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫോക്കസ് അല്ലേ ചോദിച്ചിരിക്കുന്ന. അപ്പൊ Fന്റെ ഇക്വേഷൻ എന്താണ് വരേണ്ടത്, R/2 ആണ് F എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും, 15/2 എന്ന് വരും. 15/2 എന്ന് പറയുന്നത് 7.5 എന്ന് കാണുമ്പോഴേ ഇത് പോയി മാർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, നെഗറ്റീവ് അടിക്കരുത്. 7.5 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇതിൽ സെന്റിമീറ്ററിലാണ്. ഇവിടെ തന്നിരിക്കുന്ന 7.5 എന്താണ്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ആൻസർ ഇതല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. 7.5 സെന്റിമീറ്ററിനെ എന്തിലോട്ട് മാറ്റണം, മീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും, 2 പോയിന്റും കൂടി മാറ്റി അല്ലെ, 2 ഡിജിറ്റും കൂടി മാറ്റി നമുക്ക് പോയിന്റ് ഇടണം. 75 മീറ്റർ അല്ല, 0.075 മീറ്റർ ആണ് അതിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുന്നത് ഈ ആൻസറിലേക്ക് എത്തിയിട്ടായിരിക്കും. കാര്യം ഈ ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും, പക്ഷെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്നുള്ള ചെക്ക് ചെയ്യില്ല, നേരെ നോക്കുക 7.5 കിട്ടി അങ്ങ് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ആണ്, എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിൽ ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് മാലൂസ് നിയമമാണ്. ഹുക്ക് നിയമം എന്ന് പറയുന്നതും ശരിക്കും നമ്മുടെ ഈ സ്പ്രിംഗ് ഒക്കെ ഇല്ലേ, ഈ സ്പ്രിംഗ് ഒക്കെ നമ്മളെ കൊടുക്കുന്ന ബലം, നമ്മൾ എത്രത്തോളം ബലം പ്രയോഗിച്ച് ഇത് വലിക്കുന്നു അത്രത്തോളം അത് നീണ്ടു വരില്ലേ, അല്ലെങ്കിൽ എത്രത്തോളം ബലം പ്രയോഗിച്ച് നമ്മളത് പ്രസ് ചെയ്യുന്നു അത്രയും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെറുതാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹ്യൂഗ്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്, FK എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. ആ ഒരു ഫോഴ്സും ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഇനി F എന്ന് പറയുന്നത് KX ആണെന്നുള്ളത്, F = KX എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ ആണ് വരേണ്ടത്. പാസ്കൽ, അതും എന്താണ്, എയർക്രാഫ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഇപ്പോൾ ഷോക്കും അത് കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ഹുക്സ് നിയമം അനുസരിച്ചാണ്. പാസ്കൽ നിയമം എന്താണ് പറയുന്നത്, ഇതാണ് പാസ്കൽ നിയമം അല്ലേ. ഇവിടെ എന്താണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന പ്രഷർ എത്രയാണോ അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ 3-ാം നിയമം എന്താണ്, ഏതൊരു ആക്ഷൻ, എവറി ആക്ഷൻ എന്താണ്, ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും എന്താണ്, അതിന് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയുന്നതാണ്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്, എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുള്ളതാണ്. ഹുക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ 3-ാം ജല നിയമം. അപ്പൊ ബന്ധമില്ലാത്തത് വെച്ച് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ബന്ധമുള്ള നിയമങ്ങൾ പഠിച്ചു വെക്കുക. കാര്യം അടുത്ത ഓപ്ഷനിൽ മാലൂസ് നിയമം തന്നെ ചോദിക്കണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം, ഏതാണ്, അത് സ്പാഡെക്സ് ആണ്. സ്പാഡെക്സിൽ ഏതൊക്കെ 2 എണ്ണമായിരുന്നു, SDX-01 SDX-02 ഈ 2 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്തത് കേട്ടോ. പദാർത്ഥ കണികളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ചത് ഡി ബ്രോഗ്ലി ആണ്. ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ അല്ലെ, ഡ്യുവൽ നേച്ചർ ആരാണ്, ഡി ബ്രോഗ്ലി ആണ്.
CuNH3 6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ കുറേ എണ്ണത്തിന് നമുക്ക് ഓക്സീകരണ അവസ്ഥ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. CuNH3 6 എന്താണ് Cl3 ഇതല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ ശരിക്കും രണ്ടാക്കിയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. ഒന്നെന്താണ് CuNH3 6 നെക്സ്റ്റ് എന്ന് പറയുന്നത് Cl3യുമാണ്. അപ്പൊ ഇതിന്റെ 3 ആണെങ്കിൽ ഇതിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കാണ് നമ്മളിത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് +3യും ഇതെന്താകും, ഇത് -1 ആണ് ഇതിൻ്റെത്. അതായത് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമാണ്. ഇവിടെ നമുക്ക് അമോണിയ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആണ്. അമോണിയ ന്യൂട്രൽ ആകണമെങ്കിൽ ഇവിടെ എന്ത് വരും, കോപ്പർ എന്ന് പറയുന്നത് കോപ്പറിന്റെ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്സീകരണാവസ്ഥ. നമുക്ക് കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും, പ്ലസ് ഇവിടെ 6 × അമോണിയയുടേത് 0ആണ്. ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും, ഇത് +3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, എക്സ് എന്ന് പറയുന്നത് 3 ആണ്, +3 ആണ് എക്സിന്റെ, അതായത് കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. ഓരോന്നിന്റെയും ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് -1 ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ഇത്രയും കൂടി ഹയർ ലെവലിൽ ക്വസ്റ്റ്യൻസ് കയറി വരുന്നൊരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്, +3 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തതാണ് വേണ്ടത്. അപ്പം നമുക്ക് പഠിച്ചു വെക്കേണ്ടത് ലൂയിസ് ബേസും ലൂയിസ് ആസിഡ്സും കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. എപ്പോഴും ചോദിക്കുന്ന അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ചോദിക്കാനായിട്ട് ഉണ്ടോ. അപ്പൊ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. ഇലക്ട്രോൺ പെയേഴ്സിനെ മേടിക്കാൻ, അതിനെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയുന്നത്. ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊന്നും വായിക്കേണ്ട, നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്താ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഹൈഡ്രജൻ, കോപ്പർ, Cu+Z ഉണ്ടായി. എല്ലാം എന്താണ്, ഇത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവും ഇവിടെ ഇത് മേടിക്കുന്നതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആകുന്നത്. സിങ്ക് അതേപോലെ തന്നെ Mg2+ Li വരും. ഓക്കെ, ഇവിടെ എന്താണ്, ക്ലോറിൻ Cl- OH CH3 NH3 അതേപോലെ H2. ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണേ. Cl3 OH- ലൂയിസ് ബേസിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അവിടെ നോക്കാം, നമുക്ക് ലൂയിസ് ബേസ് അല്ലാത്തതല്ലേ ചോദിച്ചിരിക്കുന്ന. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് തരുന്നത് ഈ 3 ഓപ്ഷൻസ് തന്നെയായിരിക്കും കേട്ടോ. ലൂയിസ് ബേസിൽ തരുന്നത് H2O NH3 OH- അപ്പൊ അല്ലാത്ത ചോദിക്കുമ്പോൾ ഏതാണ് ആൻസർ, ഓപ്ഷൻ സി CO2 ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തമാണ്? രസതന്ത്ര നോബൽ പ്രൈസ് 2023 എന്തിൻ്റെതാണ്, ക്വാണ്ടം ഡോട്ട്സ് ആണ്, ക്വാണ്ടം ഡോട്ട്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 2024 ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് പഠിച്ചു വെക്കാം ഉണ്ടോ. നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആൻഡ് ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ. രണ്ട് കാര്യങ്ങൾക്കായിട്ട് 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ്, ഫസ്റ്റ് വൺ ഡേവിഡ് ബേക്കർ, പിന്നെ ആരാണ്, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. ഇതാണ് അവരുടെ 3 പേരുടെ പേര്, പഠിച്ചു വെക്കുക, ബേക്കർ, ഹസാബിസ്, ജംബർ. ഇനി 2023 എന്തിനായിരുന്നു, ആർക്കൊക്കെയായിരുന്നു, മൗഗ്ലി ജി ഭവണ്ടി, ലൂയിസ് ഈബ്രോസ് ആൻഡ് അലക്സ് എക്കിമോ. ഇവർക്ക് 3 പേർക്കും എന്തിനായിരുന്നു, സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് അല്ലെ. അപ്പൊ 2023-24 കെമിസ്ട്രി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് 24 തന്നെയാണ്. കാര്യം 24 തന്നെയായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 25 ക്വസ്റ്റ്യൻ പേപ്പറാണ് കണ്ടോ, 53/2025. അപ്പൊ എന്ത് ചെയ്യുക, 23-ഉം 24 നന്നായിട്ട് പഠിച്ചു വെക്കുക. കാര്യം 23 ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും, ഏതാണ് ലാസ്റ്റത്തെ ആണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ വരരുത്. അപ്പൊ എന്താണ്, 23 ആർക്കൊക്കെയാണ്, 3 പേർക്ക് ലഭിച്ചു അല്ലെ. 24 മാർക്ക് 3 പേർക്ക് ലഭിച്ചു. എന്തിനാണ്, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷനുമാണ്. ഇതാണ് 2024 ഫിസിക്സിന് ലഭിച്ചത്. ആർക്കൊക്കെയാണ്, ജോൺ ജെ ഹോപ്ഫീൽഡും അതേപോലെ തന്നെ ആർക്കാണ്, ജെഫ്രി ഇ ഹിൻഡ്. എന്താണ്, ഫണ്ടമെന്റൽ ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ ദാറ്റ് എനേബിൾസ് മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്, മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർക്കൊക്കെയാണ്, ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്, വുമൺ വിത്ത് വൈൽഡ് ഹെയർ. കണ്ടോ, വുമൺ വിത്ത് വൈൽഡ് ഹെയർ, ട്രംപ് ഓൺ സ്റ്റാൻഡേർഡ് സുനിത വില്യംസിനെ പറഞ്ഞതാണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ. ഒന്ന് പഠിച്ചു വെക്കണേ, ഇനിയും കയറി ചോദിക്കാം, കറണ്ട് അഫെയർ ആയിട്ടൊക്കെ കയറി ചോദിക്കാം. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1-ഉം
അതായത് എന്താ പറയുന്നത്, വിസിബിൾ സ്പെക്ട്രം ആണെങ്കിൽ അത് F1ഉം, മൈക്രോവേവ് ആണെങ്കിൽ അതെന്താണ് F2ഉം, എക്സ്റേ കിരണങ്ങളാണെങ്കിൽ എത്രയാണ്, അത് F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായി തിരഞ്ഞെടുക്കാൻ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓർഡർ എന്തായാലും പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്? റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറേ, അല്ലെങ്കിൽ തിരിച്ചു പഠിച്ചു വെക്കുക. അവിടെ നോക്കിക്കേ, ഈ പറയുന്നതില് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി എന്തിനാണ്? ഫ്രീക്വൻസി കൂടുതൽ വരുന്നത് ഗാമാറേക്കാണ്. ഗാമാറേ കഴിഞ്ഞാൽ പിന്നെ എക്സ്റേ. കണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഓർഡർ പഠിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഓർഡർ പഠിക്കുക. ഫ്രീക്വൻസിയുടെ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്ന രീതിയിലോ കുറയുന്ന രീതിയിലോ പഠിച്ചു വെക്കുക നിങ്ങൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? നിങ്ങൾ പഠിക്കുന്ന ഫ്രീക്വൻസി ആണെങ്കിൽ വേവ് ലെങ്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വേണം പഠിക്കാനായിട്ട്. ഗാമാറേ, എക്സ്റേ, UV റേ, വിസിബിൾ സ്പെക്ട്രം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. കണ്ടോ? ഇത് ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന രീതിയിൽ, ഇവിടെ എന്താണ് ഫ്രീക്വൻസി കൂടി വരുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസിയുടെ കാര്യമാണ് അല്ലെ. ആദ്യമേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൃശ്യപ്രകാശമാണ് F1 എന്ന് പറയുന്നത്, വിസിബിൾ സ്പെക്ട്രം ആണ് F1 അല്ലെ. പിന്നെ പറഞ്ഞിരിക്കുന്ന മൈക്രോവേവ് ആണ് F2, എക്സ്റേ ആണ് എന്ത് F3 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ആവൃത്തിയാണ് അല്ലെ. ആവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആവൃത്തി ഏറ്റവും കൂടുതൽ ഏതിനാണ്? F3ക്കാണ് ഏറ്റവും കൂടുതൽ അല്ലെ. താഴേക്ക് വരുന്തോറുമാണ് ഫ്രീക്വൻസി കൂടി വരുന്നത്. അതിനുശേഷം വരേണ്ടത് ഏതാണ്? F1. അതിനുശേഷം വരേണ്ടത് F2 ആണ്. ഏറ്റവും കുറവ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഏതിനാണ്? മൈക്രോവേവിനാണ്. അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? F3, F1, F2 എന്നുള്ളതാണ്. ഒരു പ്രൊജക്റ്റിലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊജക്റ്റൈലിന്റെ ഉയരം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, H=12 എന്നുള്ളത്. ഓക്കെ, ഇവിടെ അപ്പൊ എന്ത് വരും? ½ ഇൻറ്റു G എന്ന് പറയുന്ന എത്രയാണ്? ഇവിടെ 10 എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും എന്നോട് ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണിത്. പറക്കൽ സമയം 2 സെക്കൻഡ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടൈം എന്ന് പറയുന്നത് 1 ആണ്. അത് എന്തുകൊണ്ടാണ് 1 എടുത്തത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണല്ലേ പോകേണ്ടത്, ഇങ്ങനെയാണ് പോകുന്നത് പ്രൊജക്റ്റൈൽ മോഷനിലെ. അതിന്റെ പറക്കൽ സമയം, അതായത് കംപ്ലീറ്റ് ടൈം ആണ്, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന 2 സെക്കൻഡ് എടുക്കുന്നത്. അതിന്റെ പരമാവധി ഉയരം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കറക്റ്റ് ആ ഒരു മിഡ് പോയിന്റ് എത്തുമ്പോഴാണ് പരമാവധി ഉയരം. പിന്നീട് അങ്ങോട്ട് ഉയരം കുറഞ്ഞു വരുവാണ്. അതായത് മൊത്തം 2 സെക്കൻഡ് ആണെങ്കിൽ നമ്മുടെ ടൈം, നമുക്കിവിടെ പരമാവധി ഉയരത്തിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തെടുക്കുന്നത്? 1 സെക്കൻഡ് എന്ന് എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കാം, പരമാവധി ഉയരത്തിൽ എത്താൻ 2 സെക്കൻഡ് എടുത്തു എന്നാണെങ്കിൽ എന്ത് വന്നേനെ? അവിടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കണം? 2 തന്നെ എടുക്കണം. ഇനി പരമാവധി ഉയരത്തിലെത്താൻ 10 സെക്കൻഡ് എടുത്തു എന്ന് പറയുമ്പോൾ ടൈം അവിടെ 10 ആണ്. അതിന്റെ ടോട്ടൽ പറക്കൽ ദൂരം സമയമാണ് പറഞ്ഞിരിക്കുന്നത് 10 ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കണം. അതൊന്ന് ഓർമ്മ വേണം. കണ്ട, പറക്കൽ സമയം എന്നേ പറഞ്ഞിട്ടുള്ളൂ, പരമാവധി ഉയരത്തിൽ എടുത്ത സമയം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 എടുത്തത്. തിരിഞ്ഞു പോകരുത്. സോ ആൻസർ എത്രയാണ്? 5 മീറ്റർ ആണ്. ½ ആണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ ഭൂമിയുടെ സർഫസ് ആണെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും G എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഉള്ളിലേക്ക് പോകുന്തോറും G എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും Gയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഭൗമ ഉപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും Gയുടെ മൂല്യം കൂടി വരുന്നു. തെറ്റാണ്. മുകളിലോട്ട് പോയാലും ഉള്ളിലോട്ട് പോയാലും അത് കുറഞ്ഞാണ് വരേണ്ടത്. ധ്രുവപ്രദേശങ്ങളിലാണ് Gക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ജിയോയിഡ് ഷേപ്പാണ്. ഇവിടെയാണ് Gയുടെ വാല്യൂ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1ഉം 3ഉം പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പഠിച്ചു വെക്കണം. എത്രാമത്തെ രാജ്യമാണെന്നൊക്കെ കയറി ചോദിക്കാം. എത്രാമത്തെ രാജ്യമാണ്? 4ാമത്തെ രാജ്യമാണ്. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01ഉം SDX-02, അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? SPADX-A യും SPADX-B എന്നും പറയാം. അപ്പൊ ഏതാണ്? SDX-01 ആൻഡ് SDX-02. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്താൻ. അപ്പൊ ട്രാൻസ് യുറേനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 92 കഴിഞ്ഞ് വരുന്ന എലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ് യുറേനിയം എന്ന് പറയുന്നത്. കണ്ടോ? എലമെന്റ്സ് വിത്ത് ആറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 98, അതായത് 92 യുറേനിയം കഴിഞ്ഞ് വരുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എന്ന് പറയുന്നത്. ഓൾ ട്രാൻസ് യുറേനിയം എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ദേ ആർ ജനറലി നോട്ട് ഫൗണ്ട് ഇൻ നേച്ചർ.
Okay, generally not found. Scientists can synthesize a transuranium element by the artificial transmutation of a lighter element. ഓക്കെ, അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. എന്താണ് ട്രാൻസ്യുറേനിയം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. 92-ന് ശേഷമാണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ടൈറ്റാനിയം നമ്മുടെ ഫെർമിയത്തിന്റെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫെർമിയം എത്രയാണ്? 100 അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഫെർമിയം, മെന്റലേവിയം അല്ലെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫെർമിയം 100. അപ്പൊ 92 കഴിഞ്ഞ് വരുന്നതാണ്. അത് എഫ് ബ്ലോക്കിലാണ്. അപ്പൊ അത് ഏതായിരിക്കും? ഓപ്ഷൻ സി ഫെർമിയം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ട്രാൻസ്യുറേനിയം കണ്ട ഇതൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ്? കണ്ട ഇവിടെ മുതലാണ് 92 കഴിഞ്ഞ് യുറേനിയം 92 കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? ട്രാൻസ്യുറേനിയം എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തോറിയം എത്രയായിരുന്നു? തോറിയം എന്ന് പറയുന്നത് എഫ് ആണെങ്കിലും അത് 90 ആണ്. തോറിയം കണ്ടോ, തോറിയം വരുന്നത് 90 ആണ്. 92 കഴിഞ്ഞ് വരുന്നത് 93 മുതലാണ് വരേണ്ടത്. പിന്നെ ഏതാണ്? ഓസ്മിയം എന്ന് പറയുന്നത് 76 ആണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് 22 ആണ്. ടൈറ്റാനിയം 22 ഇതേ ഇവിടെ കിടപ്പുണ്ട്. ടൈറ്റാനിയം 22 ആണ്. പിന്നെ പറഞ്ഞത് ഏതാണ്? ഓസ്മിയം അല്ലേ. ഓസ്മിയം എന്ന് പറയുന്നത് 76 ആണ്. 76 ഓസ്മിയം ഇതേ കിടക്കുന്നു ഉണ്ടോ. പിന്നെ ഏതാണ് പറയേണ്ടത്? ഓക്കെ, എല്ലാം ആയില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. അപ്പൊ ഫെർമിയം 100 ഇതേ കിടക്കുന്നു. ഫെർമിയം 100 ഈ 4 തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ട്രാൻസ്യുറേനിയം എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാണ്. 92 കഴിഞ്ഞ് വരുന്നതിനെയാണ് ട്രാൻസ്യുറേനിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഫെർമിയം ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയായവ കണ്ടെത്താൻ. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. കണ്ടോ, ഇത് നൈട്രജനും 3 ഹൈഡ്രജനും. അതെന്താണ്? ഒരു ട്രയാങ്കുലർ പിരമിഡ് പോലെയല്ലേ. അപ്പൊ ഇത് ശരിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. രൂക്ഷഗന്ധമായിരിക്കും അമോണിയ പൊട്ടിക്കഴിഞ്ഞാൽ. അതും ശരിയാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഹേബർ പ്രക്രിയയാണ്. സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഹേബർ പ്രക്രിയയാണ്. അപ്പൊ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി 1 and 2 ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രദാനം ചെയ്യുന്നു? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രഷറും ടെമ്പറേച്ചറും. പ്രഷറും വോളിയം എന്താണ്? ബോയിൽസ് ലോ അല്ലെ. പ്രഷർ, വോളിയം. ഇനി വോളിയം, ടെമ്പറേച്ചർ ചാൾസ് നിയമം. അവോഗാഡ്രോ നിയമമാണെങ്കിൽ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും അല്ലെ. ബോയിൽ, പാവ. ഗേ-ലൂസാക്സ് ആണ് എന്ത് വരുന്നത്? പ്രഷറും ടെമ്പറേച്ചറും വരുന്നത് ഗേ-ലൂസാക്സ് ആണ്. അപ്പൊ ആൻസർ ഇതാണ്. ഓപ്ഷൻ സി ആണ്. ഇനി നമുക്കിതിൻ്റെ ഓരോ നിയമങ്ങളും എന്താണെന്നൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം നമുക്ക്. എന്താണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ? ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ആസ് ഇറ്റ് വോളിയം ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതായത് പ്രഷർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? വോളിയം കുറഞ്ഞു വരും അല്ലെ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കുവാണ്. ഇത്രയും ഉണ്ടായിരുന്ന വോളിയം അത് എന്തായിട്ട് മാറി? ഇതായിട്ട് മാറി. അപ്പൊ എന്താണ്? രണ്ടും ബോയില്, പാവ അങ്ങനെ പഠിച്ചു വെക്കണം. പിയും വിയും തമ്മിലുള്ള കണക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. പ്രഷറും വോളിയവും തമ്മിലാണ്. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫുകളാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ഏതെന്നും പറഞ്ഞ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നത് ഇത് 1, ഇത് 2, ഇത് 3 ആയിട്ട് തന്നു. ലോഗിന്റെ തന്നില്ല, ഇത് 3 തന്നു. വേറൊരു ഗ്രാഫും കൂടി തന്നു. എന്നിട്ട് 1, 2, 3, 1, 2 അല്ലെങ്കിൽ 1 മാത്രം 3 മാത്രം എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കുന്നത് ഇതാണ്. ഈ ഒരു ഗ്രാഫാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ എല്ലാം ഒന്നും അറിഞ്ഞിരിക്കുക. എല്ലാം സെയിം മീനിങ് തന്നെയാണ്. കണ്ടോ, ഇവിടെ എന്താണ്? പ്രഷർ കൂടുന്നു. ഇവിടെ എന്താണ്? വോളിയോ അല്ല കൂടുന്നത്, 1/v ആണ് കൂടുന്നത്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്നുള്ളത്. ഇവിടെ എന്താണ്? പി വി എന്താണ്? പി വി പ്രഷറും പി വിയും തമ്മിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന കാര്യം. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതെന്താണ്? അത് കോൺസ്റ്റന്റ് ആയിട്ട് വരും. അതേപോലെ ലോഗ് പിയും ലോഗ് വിയും. ഈ ഇക്വേഷൻസ് 4 പഠിച്ചു വെക്കണം. ബോയിൽസ് നിയമം എന്ന് പറയുമ്പോൾ എന്താണ്? ബോയിൽ, പാവ അങ്ങനെ പഠിച്ചു വെക്കുക. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. ചാൾസ് ലോ എന്താണ് പറയുന്നത്? ചാൾസ് ലോ എന്തൊക്കെ തമ്മിലാണ്? ചാൾസ് നിയമം വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലേ പറയുന്നത്. എന്താണ്? Charles law states that the volume of a gas is directly proportional to its absolute temperature. Temperature കൂടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വോളിയം കൂടിക്കൊണ്ടിരിക്കും. Assuming the quantity of gas, pressure and remain constant. അവിടെ എന്താണ് കോൺസ്റ്റന്റ്? പി, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. കണ്ടോ, ഇവിടെ എന്താണ്? നമ്മൾ ഈ നന്നായിട്ട് ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോഴാണ് ഈ രാവിലെ എണീക്കുമ്പോൾ ബലൂൺ ഇങ്ങനെ ചുങ്ങിക്കിടക്കണം കാണുന്നത്. ഉണ്ടോ? അത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഉണ്ടോ? എന്താണ്? വി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടി കൂടുന്നതനുസരിച്ച് വിയും കൂടിക്കൊണ്ടിരിക്കും. ഈ ഗ്രാഫുകളെല്ലാം ഒന്ന് നോക്കണേ. നെക്സ്റ്റ് പറയുന്ന അവോഗാഡ്രോ ലോ ആണ്. എന്താണ് അവോഗാഡ്രോ ലോ എന്ന് പറയുന്നത്? അത് നമ്പറും, അവോഗാഡ്രോ എന്ന് പറയുന്നത് വോളിയവും നമ്പറും തമ്മിലുള്ള കണക്ഷൻ ആണ് പറയേണ്ടത്. അവിടെ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും അവിടെ കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ വോളിയം ഓഫ് എ ഗ്യാസ് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂളുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇതാണ് അതിൻ്റെ വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾ രണ്ടും ഈക്വൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഗേ-ലൂസാക്സ് ലോ ആണ്. ഗേ-ലൂസാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള കണക്ഷൻ ആണ്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അസ്യൂമിങ് ദ കോൺസ്റ്റന്റ് മാസ് ആൻഡ് വോളിയം. ഉണ്ടോ? ഇതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ബോയിൽ നിയമം, ബോയിൽ പാവ, പിയും വിയും തമ്മിലുള്ള കണക്ഷനാണ്. ചാൾസ് എന്താണ്? ചാൾസ് നിയമം വോളിയവും ടെമ്പറേച്ചറുമാണ്. അവോഗാഡ്രോ ആണെങ്കിൽ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസുമാണ്. ഗേ-ലൂസാക്സ് ആണെങ്കിൽ എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള കണക്ഷനാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? അത് സൾഫർ ആണ്. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലാണ്? എപ്പോഴാണ് പരമാവധി വേഗത? ഖരം, ദ്രാവകം, വാതകം. ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം. തന്നിരിക്കുന്നതിൽ ഈ ഓർഡർ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ്? അലൂമിനിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? ലാസിക് സർജറിക്ക് ആകുമ്പോൾ അത് അൾട്രാ വയലറ്റ് ആണ്, UV റേസ് ആണ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഭൂമിയുടെ ഷേപ്പിൽ ഇങ്ങനെയാണ് അല്ലെ? ഇങ്ങനെയല്ലേ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്? ഇവിടെ പരന്നാണ് ഇരിക്കുന്നത്. ഈ ധ്രുവപ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ജിയുടെ വാല്യൂ കൂടുതലായിട്ട് നിൽക്കുന്നത്. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് എന്നാണ്? ഓഗസ്റ്റ് 23, 2023. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണെന്ത്? ഒരേ മാസ് നമ്പർ വ്യത്യസ്ത ആറ്റോമിക നമ്പർ ആണെങ്കിൽ അത് ഐസോബാർ. ഈ ഐസോബാർ എന്താണ്? ഐസോടോപ്പ് എന്താണ്? ഐസോടോൺ എന്താണ്? ഐസോമർ എന്താണ്? ഇത് 4 നിങ്ങൾ നന്നായിട്ട് വായിച്ച് വേണം പോകാനായിട്ട്. എപ്പോഴും കയറി ചോദിക്കുന്നതാണ്, തിരിഞ്ഞു പോകരുത്. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ കിടക്കുന്ന ഐസോടോപ്പ് എന്താന്ന് നമുക്ക് നോക്കാം. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്. ഇതാണ് ഇമ്പോർട്ടന്റ്. സെയിം എലമെന്റ് ആയിരിക്കണം വിത്ത് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ ആണെങ്കിൽ അതിനെ ഐസോടോപ്പ് എന്ന് പറയും. ടോപ്പ് എന്താണ്? ടോപ്പ് ലെവൽ മാസ് ആണല്ലേ കാണിക്കുന്നത്. അപ്പൊ ടോപ്പ് ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് വേറെ ലെവലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ്? സെയിം ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ അവിടെ സെയിമും വ്യത്യസ്ത മാസ് നമ്പരും. ഐസോബാർ ആണെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ആറ്റോമിക് നമ്പരും സെയിം മാസ് നമ്പർ സെയിം ആയിരിക്കണം. ഐസോടോൺ ആണെങ്കിൽ എന്താണ് പറയുന്നത്? ഡിഫറെന്റ് ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമാണ്. പക്ഷെ അവിടെ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം അവിടെ തുല്യമാണ്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. കാർബൺ 13നും നൈട്രജൻ 15നും രണ്ടിനും അതെന്താണ്? ഐസോടോൺസ് ആണ്. രണ്ടിന്റെയും എന്താണ്? 7 ന്യൂട്രോൺസ് ആണുള്ളത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഐസോടോൺ എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോപ്പ് എന്താണ്? ഐസോബാർ എന്താണ്? ഐസോടോൺ എന്താണെന്ന് മനസ്സിലായില്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം. അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ ചോദിക്കുമ്പോൾ അത് നൈട്രജൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് അയണൈസേഷൻ എനർജിയുടെ നമുക്ക് പഠിക്കാം. അതായത് നമുക്ക് ഈ പറയുന്നതിൽ ഇങ്ങനെയാണ് അയണൈസേഷൻ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നത്. താഴത്ത് നിന്ന് മുകളിലേക്ക് പോകുന്തോറും അയോണീകരണ ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കും. എന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴും അയോണീകരണ ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ പറയുന്ന ബോറോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതേപോലെ നൈട്രജൻ ഉണ്ട് അല്ലെ? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഈ 4 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങോട്ടേക്ക് പോകും തോറും അയോണീകരണ ഊർജ്ജം എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ വരേണ്ടത് എന്തിനായിരിക്കണം? ഓക്സിജൻ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ആൻസർ എന്താണ്? നൈട്രജൻ ആണ് അല്ലെ? അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ക്വസ്റ്റൻ എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ അറിയാം ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ നമ്മൾ ആ ഓർഡർ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ഓർഡറിൽ നിന്നൊരു ചെറിയൊരു ടെസ്റ്റ് ഇവിടെ ഉണ്ട്. അതിനുള്ള റീസൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്കറിയാം ഈ ബോറോൺ എന്ന് പറയുന്നത്, ബോറോൺ അല്ല, നമുക്ക് നൈട്രജനും ഓക്സിജനും തമ്മിലാണല്ലോ നമ്മുടെ സംശയമുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ് അല്ലെ? ബാക്കിയെല്ലാം ഓക്കെയാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അല്ലേ? ശരിക്കും ഏറ്റവും കൂടുതൽ വരേണ്ട ഓക്സിജൻ ആയിരുന്നു. പക്ഷെ നൈട്രജൻ വന്നു. അതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നൈട്രജന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 7 ആണ് അല്ലെ? ഓക്സിജന്റെ ആണെങ്കിൽ അത് എത്രയാണ്? 8 ആണ്. ഇനി ഈ നൈട്രജനിൽ നമുക്കറിയാം ഇത് എഴുതുമ്പോൾ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. 1s2, 2s2, 2p3 ആണ്. ഇനി ഓക്സിജൻ ആണ് എഴുതണ്ടെങ്കിലോ 1s2, 2s2, 2p3, 2p4 വരും അവിടെ.
അതായത് ഇവിടെ പി എന്ന് പറയുന്നതിൽ നമുക്കറിയാം 6 ഇലക്ട്രോൺസ് ആണ് പിയിൽ കൊള്ളുന്നത് അല്ലെ. എസിൽ 2 പിയിൽ 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പി 3 എന്ന് പറയുന്നത് അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്, അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. ഇവിടെ എന്താണ് 4 എണ്ണമാണ് അല്ലേ ഉള്ളത്, 2 എണ്ണത്തിന് മേടിക്കാൻ നിൽക്കണം ഇത് സ്റ്റേബിൾ ആണോ. പക്ഷേ ഈ 3 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ, അത് പകുതിയോളം അത് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നൈട്രജനും ഓക്സിജനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ ആണ് അവിടെ എന്തുള്ളത്, സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. അപ്പൊ എന്താണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്. ഇത് രണ്ടുമല്ല നമുക്ക് മനസ്സിലാകും, ഇത് തമ്മിലാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ആൻസർ ഏതാണ്, നൈട്രജൻ ആണ്. ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം എഴുതുക. ലൂയിസ് ക്ഷാരം വരുമ്പോഴേക്കും നമ്മൾ പഠിച്ചു അല്ലെ, അമോണിയ പഠിച്ചു, H2O പഠിച്ചു. അപ്പൊ ഇവിടെ ഏതാണ്, OH- പഠിച്ചു. ലൂയിസ് ബേസ് എന്ന് പറയുന്നത് NH3 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചാൽ മതി എന്നുള്ളത്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ്, ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിന്റെ എന്താണ് ഓറാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്, പ്രകാശവർഷം ദൂരം കണ്ടുപിടിക്കാനാണ് അല്ലെ. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡ് ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര. പവർ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, പ്രവൃത്തി ബൈ സമയമാണ് അല്ലെ, വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് 1000 ജൂൾ ആണ്, സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. സോ ഇവിടുത്തെ നമ്മുടെ പവർ എന്ന് പറയുന്നത് 500 വാട്ട് ആണ്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടായിരിക്കാം, ഭൂമി കറക്റ്റ് സ്ഫിയർ അല്ല, അതൊരു ജിയോയിഡ് ഷേപ്പ് ആണ് അല്ലെ, ഭൂമിയുടെ ആകൃതി കാരണമാണ് അതിന് വ്യത്യാസം വരുന്നത്. ആറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് വരുന്നത്. ഇവിടെ ആവർത്തന പട്ടികയിൽ 31 എന്ന് പറയുന്നത് ശരിക്കും ഗാലിയമാണ്. ഈ 31 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമുക്കറിയാം 1s2, 2s2, 2p6, അതേപോലെ 3s2 വരും, 3p6, 4s2, 3d10, എസ് ഫില്ല് ആയിട്ടാണ് ഡിയിലേക്ക് പോകുന്നത് കേട്ടോ, 4p1 വരും. ഓക്കെ, ഇതിൽ നമുക്കറിയാം 4p അല്ലെ, നാലാമത്തെ 4 ഷെല്ലുണ്ട്, S1s, 2s, അതേപോലെ 3s, 4s, അങ്ങനെ 4 ഷെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 4 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്യാം. പീരീഡ് 4 നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ്സിലല്ല എൻഡ് ചെയ്യുന്നത്. എസ്സിൽ എൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ എസ്സിലല്ല പിയിലല്ല എൻഡ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് വരുന്നത് പിയിൽ എൻഡ് ചെയ്യുമ്പോഴേക്കും ലാസ്റ്റ് വരുന്ന ഏതാണ്, 4s2ഉം 4p1ഉം ആണ് അല്ലെ. ഈ രണ്ടിലെ പിയിൽ എൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. എസ്സിലെ ഇലക്ട്രോൺസും പിയിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്, 2+1 എന്ന് പറയുന്നത് 3 ഈ 3 അല്ല ഗ്രൂപ്പ് നമ്പർ, എന്ത് ചെയ്യണം, അതിനോട് കൂടി ഒരു 10 കൂടി കൂട്ടണം. അതായത് 13ാമത്തെ ഗ്രൂപ്പാണ് എന്ത് വരുന്നത്, 31 വരുന്നത്. ഇനി നമ്മൾ എസ് ആണ് വരുന്നതെങ്കിൽ, എസ്സിലാണ് നമുക്ക് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 4s2 നിൽക്കുന്നതെങ്കിൽ ഇതായിരിക്കും രണ്ടാമത്തെ പീരീഡ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനുള്ളത് കാര്യം ഇതിന് ഇനിയും വന്നിട്ടുണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഗ്രൂപ്പ് എന്താണ്, പീരീഡ് എന്താണ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിത് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്, ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം. ഇത് ശരിക്കും ചെയ്യേണ്ടത് മെത്തേഡ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാ. 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ദ്രാവകമാക്കി മാറ്റാനുള്ളത്. പിന്നീട് എന്തായിട്ട് മാറും, അത് വാതകമായിട്ട്. അതാണ് ക്രിട്ടിക്കൽ താപനില എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. ഏതാ, പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടാസ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിലിക്കൺ എന്നിങ്ങനെയാണ് ആ ഓർഡർ വരേണ്ടത്. ഇതിനും എന്ത് ചെയ്യാനുണ്ട്, ഒരു ഫിഗർ ഉണ്ട്, നമുക്ക് ആ ഫിഗർ വെച്ചത് പഠിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ, ഉണ്ടോ, ഇത് നമ്മൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് പറയുന്നത്, അലോഹ സ്വഭാവമാണ് പറയുന്നത്. അലോഹ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ്, ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതോറും എന്താണ് ഇൻക്രീസ് ചെയ്യും, താഴേക്ക് പോകുന്നതോറും ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് ലോഹ സ്വഭാവം ഉള്ളത് ഏതിനായിരിക്കും, പൊട്ടാസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. പിന്നെ മഗ്നീഷ്യം, പിന്നെ ഏതാണ് അലൂമിനിയം, പിന്നെ സിലിക്കൺ എന്നുള്ളതാണ്.
ഉണ്ടോ? അതാണ് നമ്മൾ ഇത് ഓർഡർ ആക്കി എടുത്തത്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. ഇനി ഇതിന്റെ ഒന്ന് എല്ലാം കൂടി ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കും, ഇലക്ട്രോൺ അഫിനിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ പിന്നെ എന്താണ് പറയേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്തോറും എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കും മെറ്റാലിക് ക്യാരക്ടർ. ആറ്റോമിക് റേഡിയസ് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും കൂടിക്കൊണ്ടിരിക്കും. ഇലക്ട്രോൺ അഫിനിറ്റിയും അതേപോലെ അയണൈസേഷൻ എനർജിയും എന്താണ്? താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഇതൊന്ന് പഠിച്ചു വരും. ഈ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ലിഥിയമാണ്. ലിഥിയം. ഒരു ദ്രാവകത്തിൽ വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് കണ്ടെത്താൻ. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതും ശരിയാണ്. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഇവയെല്ലാം ഇവിടെ ശരിയാണ്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് കപ്പല് കടലിൽ പൊങ്ങി കിടക്കുന്നതിനുള്ള കാരണം എന്താണ്? പ്ലവക്ഷമ ബലമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും തമ്മിലുള്ള വരുമ്പോഴാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയാണ്. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ശരിയാണ്. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു. എല്ലാം ഇവിടെ ശരിയാണ്. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. 3 ഷെല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്? KL, M ഉണ്ട് അല്ലെ? ഇനി ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. അപ്പൊ KLM ആവുമ്പോൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2, 8, 1 ആണ്. ഈ മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു? ഏത് പീരീഡ് എന്ന് ചോദിക്കുമ്പോഴേക്കും ലാസ്റ്റ് നമുക്കറിയാം ഇവിടെ ഏതാണ്? ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോണിൽ 1 ആയതുകൊണ്ട് തന്നെ വാലൻസ് ഷെല്ലിൽ 1 ആണെങ്കിൽ അത് 1-ാം ഗ്രൂപ്പാണ്, 2 ആണെങ്കിൽ അത് 2-ാം ഗ്രൂപ്പാണ്, 3 ആണെങ്കിൽ അത് 13-ാം ഗ്രൂപ്പാണ്. 3 മുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? +10 ചെയ്യണം. 4, 5, 6, 7, 8 വരെ വരുമ്പോഴേക്കും അത് 13-ാം +10 ചെയ്യണം. അപ്പൊ ഇവിടെ ഏതാണ്? 1-ാം ഗ്രൂപ്പാണ്. 1-ാം ഗ്രൂപ്പും അതേപോലെ 3 ഷെല്ലുകളാണ്. അപ്പൊ 3-ാമത്തെ പീരീഡുമാണ്. ഓക്കെ. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. ആണോ? അല്ല. ഒരു പാത്രത്തിൽ നമ്മൾ വാതകം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലെ? അകലം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് തെറ്റാണ്. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഊർജ്ജം കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക് സ്വഭാവമുള്ള ആയതിനാൽ ഊർജം നഷ്ടം സംഭവിക്കില്ല. ഇതും ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയാണ്. സോ 2ഉം 3ഉമാണ് ഇവിടെ ശരി. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട്. 1 തെറ്റാണെന്ന് മനസ്സിലായി. സോ ഇത് വെട്ടാം. ആൻസർ ഏതാണ്? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി തരംഗദൈർഘ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? റേഡിയോ വേവ്സ് ആണ് അല്ലെ? റേഡിയോ വേവ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൽ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം നമ്മൾ നേരെ എന്ത് ചെയ്യും? 11.2 × 100 എഴുതി വെക്കും. ആണോ? ഒന്നും വേണ്ട. എത്ര വെയിറ്റ് ആയിക്കോട്ടെ, ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് വെലോസിറ്റി, ഭൂമിയിൽ നിന്ന് അത് എസ്കേപ്പ് ആവണമെങ്കിൽ അത് എത്രയാണ്? 11.2 km/s ആണ്. അത് എത്ര വലിപ്പമുള്ളതായിക്കോട്ടെ, എത്ര ഭാരമായിക്കോട്ടെ, എന്തുവാണെങ്കിലും അത് എത്രയാണ്? 11.2 km/s ആണ്. നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ 100 ഗ്രാം 20 ഗ്രാം എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഒരു തടാക പ്രതലത്തിൽ 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മർദ്ദം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. HρG എന്ന് പറയും. H എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് 10 ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 10 ക്യൂബ് kg/m³ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരും? ഇവിടെ 1000 വരും. ഓക്കെ. 10 ക്യൂബ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ 1000 വരും. നെക്സ്റ്റ് എന്താണ്? G എന്ന് പറയുന്നത് എത്രയാക്കി എടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത്? 10 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 atm ആണ്. 1 atm പ്രഷറാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ അന്തരീക്ഷ മർദ്ദവും കൂടി ഒരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ മർദ്ദം ടോട്ടൽ എത്ര വരും? 1 + 1 വരും. 2 atm ആണ് അപ്രോക്സിമേറ്റ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്. 2 atm ആണ്. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തം എന്ന് പറയുന്നത് 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവുമ്പോൾ അത് ഏതാണ്? നിക്കല്.
വായുകുമിളകൾ താഴെ ജലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. അതിന് കാരണമായത് എന്താണ്? ബോയിൽസ് ലോ അല്ലെ? വെള്ളം തിളക്കുമ്പോൾ എന്താണ്? താഴത്തു നിന്ന് കുമിളകൾ മേലോട്ട് ഇങ്ങനെ വരുവാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണത്? ബോയിൽസ് ലോ ആണ്. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? 0 രാസസംയോഗ ശക്തി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ സീറോ വാലൻസി. അവിടെ ഏതാണ്? ഫ്ലൂറിൻ ആണ് അല്ലെ? ഏതൊക്കെ? അവിടെ ഹീലിയം ആണ്. ഏറ്റവും 18ാം ഗ്രൂപ്പ് മൂലകത്തിലാണ് വരേണ്ടത്. 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, പിന്നെ ഏതാണ്? ക്രിപ്റ്റോൺ ഉണ്ട്, സെനോൺ ഉണ്ട്, റഡോൺ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 18ാം ഗ്രൂപ്പ് മൂലകത്തിൽ വരുന്നത്. അതായത് നമ്മുടെ നോബിൾ ഗ്യാസസ്, അതിലാണ് എന്ത് പറയുന്നത്? വാലൻസി 0 ആയിട്ടുള്ളത്. അതായത് അവർ സ്റ്റേബിൾ ആണ്. ഏറ്റവും അവസാനത്തെ ഷെല്ല് വരെ അവരുടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ. അപ്പൊ ഈ 0 രാസസംയോഗ ശക്തി എന്ന് പറയുന്നത് സീറോ വാലൻസി എന്നാണെന്ന് ഓർത്തിരിക്കുക. സീറോ വാലൻസി ഹീലിയം. നോബിൾ ഗ്യാസസ് ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ എന്നുള്ളത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായുള്ള ബലമാണ് എന്ത്? ഘർഷണബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സമവർത്തുള ചലനം. സ്ഥിരവേഗത, വർത്തുള ചലനവും ഉണ്ടോ? ഇത് ഇങ്ങനെ കറങ്ങാൻ. സമവർത്തുള ചലനം എന്ന് പറയുമ്പോൾ തുല്യ ദൂരം എന്താണ്? തുല്യ സമയമാണ്. പക്ഷെ ഇവിടെ ദിശ മാറുന്നതുകൊണ്ട് അവിടെ പ്രവേഗം എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സമവർത്തുള ചലനം എന്ന് പറയുന്നത്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ആയിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്താം. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കണം. ഇത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് ഓരോന്നും എടുക്കാം. ഫസ്റ്റ് വൺ, ആദ്യം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഒരു മോളാണല്ലേ കൊടുത്തത്. 1 മോൾ മീഥേന് നമുക്ക് കിട്ടിയത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഒന്നിന് 1 തന്നെയാണ് കിട്ടുന്നതെന്ന് ഓർമ്മ വേണം. ഇനി നമുക്ക് നോക്കേണ്ടത് CH4 എന്ന് പറയുന്നത് എത്രയാണ്? കാർബണിന്റെ എത്രയാണ്? 12 ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന അതിന്റെ മാസ് എത്രയാണ്? 1 ആണ് അല്ലെ? 1 ഇൻറ്റു ഇവിടെ എത്ര വരും? 4 വരും. 1 ഇൻറ്റു 4 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ മൊത്തം എത്ര വരും? 16 വരും. ഇനി നമുക്ക് എന്ത് നോക്കണം? കാർബൺ ഡൈ ഓക്സൈഡ് നോക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ എത്രയാണ്? കാർബൺ 12, ഓക്സിജൻ ആണെങ്കിൽ അത് 16 ആണ്. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എത്ര വരും? 12 + 32 എന്ന് വരും. 44 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് 16 ഗ്രാം ആണ്, ഇവിടെ 44 ഗ്രാം ആണ്. അതായത് നമ്മൾ പറയുന്നത് ഇനി എന്താണ് നമുക്ക് ഒന്നുകൂടെ നോക്കാനുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 16 ഗ്രാം കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയത്. ഓക്കെ, നമുക്കിവിടെ എത്രയാണ്? 110 ഗ്രാം അല്ലേ പറഞ്ഞിരിക്കുന്നത്? 40 ഗ്രാം അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ 40 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കണം. അതായത് 1 മോൾ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ് എങ്കിൽ 40 ഗ്രാം എത്ര മോൾ ആണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? 40/16 ചെയ്താൽ മതി അല്ലെ? നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ക്രോസ് ചെയ്യുക, മൾട്ടിപ്ലൈ, തമ്മിൽ ക്രോസ് ചെയ്യുക, ഒരെണ്ണുള്ളതിനെ ഡിവൈഡ് ചെയ്യുക. 40/16 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.5 മോൾ ആണ്. അതായത് ഈ പറയുന്ന 2.5 മോൾ മീഥൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 മോൾ മീഥൈൻ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. നമ്മൾ 2 മോള് മീഥൈനാ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയേനെ. അപ്പൊ നമുക്കിവിടെ എത്ര കിട്ടണം? 2.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡും കൂടി കിട്ടണം. അത് എത്ര ഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 44 ഗ്രാം ആണ്. അപ്പൊ 2.5 മോൾ എന്ന് പറയുമ്പോൾ 44 × 2.5 ചെയ്യണം. അതായത് 110 ഗ്രാം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നത് ലൂയിസ് ആസിഡ് ഏത്? ആസിഡ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ലൂയിസ് ആസിഡും ലൂയിസ് ബേസും നമ്മൾ പഠിച്ചു. ഇത് മൂന്നും നമ്മൾ പഠിച്ചത് ലൂയിസ് ബേസിലാണ്. OH- H2O, അതേപോലെ NH3Cl- ഒക്കെ. അപ്പൊ ഏതാണ് ലൂയിസ് ആസിഡ് ആയിട്ട് വരേണ്ടത്? BCl3 ആണ്. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xും Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം. X എന്ന് പറയുന്നത് 2ാം ഗ്രൂപ്പും Y എന്ന് പറയുന്നത് 17ാം ഗ്രൂപ്പാണ്. 17ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? ബാലൻസി എന്ന് പറയുന്നത് 1 ആണ്. കാര്യം നമ്മുടെ സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലെ, ലാസ്റ്റ് ഇലക്ട്രോണിക് 2, 8, 7 ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താകും? 2, 8, 8 ആകും. ഇവൻ എന്താകും? സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ ബാലൻസ് എത്രയാണ്? 1 ആണ്. ഇവിടുത്തെ ബാലൻസ് 2 ആണ്, 2ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഇതിൽ എഴുതേണ്ടത് Xന്റെ 2, Y 1. ഇതിങ്ങനെ ക്രോസ് ചെയ്താണ് എഴുതേണ്ടത്.
എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? XY2. ഇതാണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് ആ രാസസൂത്രം എന്ന് പറയുന്നത്. ഈ പറയുന്ന വാലൻസി വന്നിട്ട് ചിലപ്പോൾ രാസസൂത്രം എഴുതാൻ പറയുമ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ പറയും, ചിലപ്പോൾ ഇങ്ങനെ പറയും, എക്സിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, വൈയുടെ വാലൻസി 1 ആണ് എങ്കിൽ ഇവ തമ്മിൽ യോജിക്കുമ്പോൾ കിട്ടുന്നത് നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് എഴുതിയാൽ മതി. എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, X1 Y2 എന്ന് വരും. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം സ്റ്റീൽ ഒരു ലോഹമാണ്. തെറ്റാണ്. സ്റ്റീൽ എന്ന് പറയുന്ന ലോഹസങ്കരമാണ് അല്ലെ. എന്തൊക്കെയാണ്? അയണും കാർബണിന്റെ കണ്ടന്റ് കുറച്ച് കയറുന്നതാണ് എന്ത് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ഇത് ശരിയാണ്. 1 തെറ്റും 2 ശരിയുമാണ്. 1987 വായുമലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശബ്ദമാണ്. ഒന്ന് പഠിച്ചു വെക്കണേ, ശബ്ദമാണ്. VE എന്നത് ഭൂമിയുടെ പാലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗതയും പ്രതിനിധീകരിക്കുന്നു. എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE എന്ന് പറയുന്നത് √2VO ആണ്. ഒന്ന് പഠിച്ചു വെക്കണം, കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. VE എന്ന് പറയുന്നത് √2VO ആണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം റേഡിയസ് ഓഫ് കർവേച്ചർ 24 ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്ര? R = 2F എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? R/2 ആണ് F. സോ 24/2 വരും. 12 സെന്റിമീറ്റർ ആണ് ഇവിടെ ഇത് സെന്റിമീറ്റർ ആണ്. എല്ലാം സെന്റിമീറ്ററിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേറെ ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവൽ ചന്ദ്രയാൻ 3യുടെ ദൗത്യങ്ങളിൽ പെടുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്ന പ്രദർശിപ്പിക്കുന്നതിന് സ്ഥലത്ത് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. സോ ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമമാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊഷ്മാവ് കൂടുമ്പോൾ വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു. ഊഷ്മാവും വോളിയവും, അതായത് വോളിയവും ടെമ്പറേച്ചറും ഏതാണ്? ചാൾസ് നിയമം. ബോയിൽ നിയമമാണെങ്കിൽ എന്താണ്? പ്രഷറും വോളിയവും. അവോഗാഡ്രോ നിയമമാണെങ്കിൽ എന്താണ്? വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും. ഗേ-ലൂസാക്സ് ആണെങ്കിൽ എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും. അപ്പൊ ഇവിടെ ഏതാണ്? ചാൾസ് നിയമമാണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. എത്രയാണ്? 108 തന്നെയാണ്. ഒരു തന്മാത്രാഭാരമാണ് ഈ തന്നിരിക്കുന്നത്. ഈ തന്മാത്രയിലെ അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ അത്രയുമാണ് അതിൻ്റെ ഉള്ളിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ 108 എണ്ണത്തിലുള്ളത് ഇത് തന്നെയാണ്. അപ്പൊ അത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 108 ഗ്രാം തന്നെയാണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം എന്ന് പറയുന്നത് 2019 ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ഋതു കരിതാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാൻ കാരണം? നമ്മൾ മുകളിലേക്ക് പോകും തോറും അവിടെ എന്ത് പറ്റുന്നുണ്ട്? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ അവിടെ കൂടി വരും അല്ലെ. പ്രഷർ അവിടെ കുറഞ്ഞു വരും. അന്തരീക്ഷ മർദ്ദം അവിടെ കുറവായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഭയങ്കര കുറവും, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ്? പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും? പ്രഷർ കൂടി അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിശ അളവുകളുടെ ഉദാഹരണം എഴുതുക. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിശ അളവുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ദിശ ചേർക്കാതെ പറയുന്നത്. സദിശം എന്ന് പറയുമ്പോൾ ദിശ ചേർത്ത് പറയുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നതാണ് ക്ലോറോഫോം ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നതാണ്. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലേക്ക് പോകുന്നു. അതിനെ പറയുന്ന പ്രതിഭാസമാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. എന്താണ്? നമ്മുടെ പാറ്റ, ഗുളിക, കർപ്പൂരമൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമേ. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഇതൊക്കെ നമ്മുടെ ഫയർമാൻ്റെ എക്സാമിൻ്റെയാണ്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫയർമാൻ റിലേറ്റഡ് ആണ് ഇതൊക്കെ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് LPGയിൽ ചേർക്കുന്നതാണ് എന്ത്? ഈഥൈൽ മെർക്യാപ്റ്റൻ. LPGയിലെ പ്രധാന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ അല്ലെ. നമ്മുടെ അടുക്കളയുടെയൊക്കെ ബ്യൂട്ടി കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്തത്? LPG. കരിയും പുകയൊക്കെ മാറി ബ്യൂട്ടി കൂട്ടാൻ LPG വന്നു. അപ്പൊ LPGയിലെ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ. അതിൽ ചേർക്കുന്ന അതിന് ഒരു മണവും ഇല്ല, ഒന്നുമില്ല LPGക്ക്. അപ്പം നമുക്ക് ലീക്കായി അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടത്തിൽ ചേർക്കുന്ന സാധനമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ.
ഓക്കെ. അപ്പോൾ 2024 25 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതിയിട്ട് വരിക. നമുക്കിനി 19ന്റെ വിമൻ CPOയും ഉണ്ട്, 26ന്റെ CPOയും ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫിസിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി ഇനി 23, 22, 21 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.